ഈ ലോകത്തിൽ ഒന്നും സ്ഥിരമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികമായി വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം സാഹചര്യങ്ങൾ എത്ര മോശമായാലും മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഭാവിയിൽ സന്തോഷിക്കണമെങ്കിൽ ഇന്നത്തെ ദിവസം നന്നായി ജീവിക്കുക. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കാൻ ഭയപ്പെടരുത്. എത്ര കാലത്തെ പരിചയമുണ്ട് എന്നതിലല്ല കാര്യം, എത്രത്തോളം പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രധാനം. ഒരാളെ നല്ല ഭംഗിയുള്ളതായി കാണാൻ അയാൾക്ക് ഒരുപാട് സൗന്ദര്യമൊന്നും വേണ്ട. കാണുന്നയാളുടെ മനസ്സിൽ അയാളോട് സ്നേഹമുണ്ടായാൽ മതി. ലോകത്ത് എന്തു തന്നെ വിലപ്പെട്ടതാണെങ്കിലും ഉറക്കം, സമാധാനം, സന്തോഷം എന്നിവയേക്കാൾ വലുതായി ഒന്നുമില്ല. കൊടുക്കാൻ ശീലിച്ചവർക്കെല്ലാം ധാരാളം ഉള്ളതുകൊണ്ടല്ല, മറിച്ച് ഒന്നുമില്ലായ്മയുടെ വിഷമം എങ്ങനെയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ഒരു അവസ്ഥയും സ്ഥിരമല്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടി എത്താതിരിക്കില്ല. എല്ലാവരും കാണാൻ വേണ്ടി കരയുന്ന ബാല്യം, ആരും കാണാതെ കരയുന്ന യൗവനം, കരയുന്നത് കണ്ടാലും ആരും തിരിഞ്ഞു നോക്കാത്ത വാർദ്ധക്യം, അതാണ് ജീവിതം. നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ്. നമുക്കുള്ള സമയം പരിമിതമാണ്. അതിനാൽ മറ്റുള്ളവരെ അനുകരിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. ചില സമയങ്ങളിൽ പലതും ഉപേക്ഷിച്ച് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നിങ്ങൾ അവ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച തീരുമാനമായിരുന്നു അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും മറ്റാരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ മിണ്ടാനും പറയാനുമായി കണ്ടെത്തുന്ന മറ്റൊരു ലോകമാണ് ഏകാന്തത. വിശ്വസിക്കുന്നവരെ ചതിക്കരുത്. സന്തോഷം വരുമ്പോൾ വാക്കുകൊടുക്കുകയും ദുഃഖം വരുമ്പോൾ കൊടുത്ത വാക്കിനെ മറക്കുകയും അരുത്. കാരണം ഒന്നും സ്വന്തമായി ഇല്ലാത്തവർക്ക് ആകെയുള്ളത് ചിലരോടുള്ള വിശ്വാസം മാത്രമാണ്. ജീവിതത്തിൽ ആഴം കൂടിയ സ്നേഹബന്ധങ്ങൾക്കിടയിലും ബഹുമാനം നൽകിയ കുടുംബ ബന്ധങ്ങൾക്കിടയിലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന സത്യമാണ് പണവും വിശ്വാസവും. മനസ്സറിഞ്ഞ് സ്നേഹിച്ച ഒരാളെയും മരിക്കുവോളം മറക്കാൻ കഴിയില്ല. പകരമായി എത്തുന്നവർ ആരും പകരം വയ്ക്കപ്പെടുകയുമില്ല. അവഗണനയും പരിഗണനയും തിരിച്ചറിയുന്ന നിമിഷം നമുക്ക് നമ്മുടെ വില കൃത്യമായി മനസ്സിലാകും. സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ഭാഗ്യമുള്ളവ തന്നെ. നമുക്ക് എന്തൊക്കെ വിലപ്പെട്ടതുണ്ടെങ്കിലും മനഃശാന്തിയേക്കാൾ വലുതായി ഒന്നും തന്നെയില്ല. സ്വപ്നങ്ങൾ പലപ്പോഴും ഒരു ആശ്വാസമാണ്. ജീവിതത്തിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരെ ഇത്തിരി നേരമെങ്കിലും നമ്മുടെ കൂടെ പിടിച്ചിരുത്താൻ സ്വപ്നങ്ങൾക്ക് മാത്രമേ കഴിയൂ. ആദ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ സ്വന്തം ദൗർബല്യമാണ്. എങ്കിലേ നമുക്ക് നമ്മുടെ പരിമിതികളെ മറികടക്കാൻ കഴിയൂ. ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത് അത് നാളെ നിങ്ങളെ ശക്തനാക്കും. മനസ്സിന് ശക്തിയില്ലാത്തവർ എല്ലാത്തിനോടും പ്രതികരിച്ചു കൊണ്ടിരിക്കും. എപ്പോഴും എല്ലാത്തിനോടും പ്രതികരിച്ചു കൊണ്ടിരുന്നാൽ ജീവിതം ദുരിതപൂർണമായി തീരും. നിങ്ങൾക്ക് സ്നേഹം വേണമെങ്കിൽ സ്നേഹം നൽകുക. നിങ്ങൾക്ക് സത്യം വേണമെങ്കിൽ സത്യസന്ധരായിരിക്കുക. നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ ബഹുമാനം നൽകുക. നിങ്ങൾ എന്ത് നൽകുന്നുവോ അത് നിങ്ങളിലേക്ക് മടങ്ങി വരും.